ഹലോ ആമി, സുഖല്ലേ? അപ്പം ഡെസ്റ്റിനിയുടെ 5th എപ്പിസോഡ് ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. ഇനിയധികം കുറച്ച് എപ്പിസോഡൊന്നും ഉണ്ടാവില്ല. സ്റ്റോറി അതിന്റെ എൻഡിങ്ങിലോട്ട് എടുക്കാറായിട്ടുണ്ട്. ബട്ട് സ്റ്റോറേജ് ഇഷ്യൂസിന്റെ കാര്യത്തിൽ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ് എടുക്കാം. അല്ല ജാക്സൺ, താൻ പറഞ്ഞത് ജസ്റ്റിൻ സാറ് ക്യാബിലാണല്ലേ? അപ്പോ അവിടെ നിൽക്കുന്ന ആരാ? അതെങ്ങനെ ചെയ്യാ? ഞാനിപ്പോ അല്ലേ അവിടെ നിന്ന് ക്യാബിൽ നിന്ന് വന്നത്. എവിടെയാ ജസ്റ്റിൻ സാർ? അത് അലൻ സാറല്ലേ? അലൻ സാർ എന്താ ഇവിടെ? അലൻ സാർ? അപ്പോ അത് ജസ്റ്റിൻ സാർ അല്ലേ? ഓ, അപ്പൊ നിനക്കറിയില്ല ദിയ? ആക്ച്വലി ജസ്റ്റിൻ സാർ ഒരു ട്വിൻ ബ്രദർ ഉണ്ട്. ട്വിൻ ബ്രദറോ? ബട്ട് കണ്ട ജസ്റ്റിൻ സാറിനെ പോലെ തന്നെ ഉണ്ടല്ലോ. അത് പിന്നെ ജസ്മിനെ ഇടയിൽ നല്ല പോലെ ക്ലോസ് ആയവർക്ക് മാത്രമേ അവരെ പെട്ടെന്ന് കണ്ട് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. താൻ ഫസ്റ്റ് ടൈം കാണുന്നില്ലേ, അതുകൊണ്ടായിരിക്കും. ഓ അങ്ങനെ. അല്ല, അലൻ സാർ എങ്ങനെയാ? ജസ്റ്റിൻ സാറിനെ പോലെ തന്നെയാണോ? സത്യം പറഞ്ഞ രണ്ടുപേരും പാവ. പക്ഷേ ജസ്മിൻ സാർ കുറച്ച് കോൾഡ് മൈൻഡാണ്, പെട്ടെന്ന് ദേഷ്യപ്പെടും. എന്താ പറയാ, കുറച്ച് എടുത്തുചാട്ടമൊക്കെ ഉണ്ട്, പക്ഷെ പാവമാണ്. ബട്ട് അലൻ സാറ് നേരെ ഓപ്പോസിറ്റാ. കാം ആൻഡ് ക്വയറ്റ് ക്യാരക്ടർ. അത്ര പെട്ടെന്ന് ദേഷ്യപ്പെടുത്തില്ല. ആള് ഭയങ്കര എന്താ പറയാ, സോഫ്റ്റ് മൈൻഡഡ് പീപ്പിളാ. ഓ അങ്ങനെ. എനിക്കെന്താ ഇയാളെ എവിടെ വെച്ച് കണ്ടതുപോലെ തോന്നുന്നത്? ഐ തിങ്ക് ഇനി ചിലപ്പോ അന്ന് ആ റോഡിൽ വെച്ച് അടി ഉണ്ടാക്കിയത് ഇനി ഞാൻ അലനുമായിട്ടാണോ? നോ, അങ്ങനെ ചാൻസ് ഇല്ല. ആ സംസാരം കേട്ടാ അറിയാം അത് ജസ്റ്റിൻ തന്നെയാ. ബട്ട് അന്ന് ഞാൻ അത്രയും മോശം സംസാരിച്ചിട്ടും അല്ല അത്രയും പറഞ്ഞിട്ട് കൂടി ആളൊന്നും അറിയത്തില്ലാത്ത പോലെ, എന്നെ കണ്ടിട്ടില്ലാത്ത പോലെ ചെയ്തില്ലേ പെരുമാറിയത്. ബട്ട് ഒരിക്കലും ജസ്റ്റിൻ അങ്ങനെ ചെയ്യാൻ ഒരു ചാൻസും ഇല്ല. പിന്നെ എനിക്കറിയില്ല, ഇനി എന്റെ കൺഫ്യൂഷൻ പോലെ അല്ല ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ ഇത് ഇയാളോടാണ് ഞാൻ അന്നാടി ഉണ്ടാക്കിയിരുന്നെങ്കിൽ എന്നെ കണ്ടെത്തിയിരുന്നു. ഓ ഗോഡ്, ഞാൻ ഇവിടെ പോകുന്നതാണ്. ആക്ച്വലി ജാക്സൺ, ഞാൻ എന്നാ ജസ്റ്റിൻ സാറിന്റെ ക്യാബിലോട്ട് പോവാം. ഓ, അലൻ മോനോ? സോറി മോനെ, മോനങ്ങനെ ഓഫീസിലോട്ടൊന്നും വരാറില്ലല്ലോ. അപ്പോ ഞാനോർത്തു ജസ്റ്റിൻ മോനായിരിക്കുന്നു. അല്ല, അലൻ മോൻ എന്താ ഇവിടെ? അതെ, ഇത്ര നാളെ ഞാനിവിടെ ഇല്ലായിരുന്നു. ബട്ട് ഇനി മുതൽ ഇവിടെ തന്നെ കാണും. ആണോ? അതെന്തായാലും നന്നായി. ജസ്റ്റിൻ മോൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ? പിന്നെ ജസ്റ്റിൻ മോനല്ലേ എല്ലാം കൂടെ ഓടി നിന്ന് ചെയ്യുന്നത്. അപ്പോ അലൻ മോനോട് ഉണ്ടെങ്കിൽ ജസ്റ്റിൻ മോനെ ഹെൽപ്പ് ആയേനെ. അത് ശരിയാ. അല്ല, എന്താ മോൻ അലൻ, സുഖല്ലേ? എനിക്ക് സുഖം തന്നെയാ. അല്ല, ജസ്റ്റിൻ എന്തേ? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. എന്തായാലും ഇയാളുടെ വാരുടെ കുറച്ചില്ല. ദിയ, വന്നിരിക്ക. ആക്ച്വലി തന്നെ ഞാൻ വിളിച്ചത് ഒരു അർജന്റ് കാര്യം പറയാനാ. എന്താ സർ, എന്താ ഞാൻ ചെയ്യണ്ടേ? ആക്ച്വലി നമ്മുടെ കമ്പനിയിലെ ഒരു 9:30 ഒരു അർജന്റ് മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വേറെ കമ്പനിയായിട്ടൊന്നുമല്ല, മൂർത്തി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. സോ നിന്നെ ഈ കമ്പനിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് അത് മേ ബി മൂർത്തി സാറിന്റെ ഒപ്പീനിയൻ കൊണ്ടാണ്. ഈ ഒരു കോൺട്രാക്ടിന്റെ അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പിന്റെ ഭാഗമായിട്ടാണ് നിന്നെ ഇവിടെ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇപ്പോ നീയും ഈ ഒരു കമ്പനിയുടെ ഭാഗമാണ്. മേ ബി ഇപ്പോ നേരത്തെ നീ അവിടെ ആ കമ്പനിയിൽ ഒരു സ്റ്റാഫ് ആയിരിക്കാം ആസ് എൻ എംപ്ലോയ്. ബട്ട് ഇപ്പൊ ഈ ഒരു കമ്പനിയുടെ ആസ് എ പേഴ്സണൽ പി ആണ് എന്റെ. അതുകൊണ്ട് തന്നെ മേ ബി എനിക്ക് എന്ത് ഒഫീഷ്യൽ ആയിട്ടുള്ള അൺഒഫീഷ്യൽ കാര്യങ്ങളും എനിക്ക് നിന്നോട് പറയാനുള്ള പെർമിഷൻ ഉണ്ട്. ആസ് എൻ റൈറ്റ്സ് എന്ന് വേണം പറയാം. അതുകൊണ്ട് ഞാനൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാണ്. ഇറ്റ്സ് എ പേഴ്സണൽ. സോ ഇപ്പോ നമ്മുടെ കമ്പനിയും മൂർത്തിസാര ഗ്രൂപ്പ് ഓഫ് കമ്പനീസുമായിട്ട് കുറെ ഏറെ പ്രോബ്ലംസ് ഉണ്ട്. അങ്ങനെ ഇരിക്കെ എന്തിനാണ് ഈ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് പാർട്ണർഷിപ്പ് വെച്ചിരിക്കുന്നതെന്നും എനിക്കറിയില്ല. ബട്ട് അതിന്റെ പിന്നിൽ എന്തെങ്കിലും റീസൺ കാണും. സോ അത് കണ്ടുപിടിക്കണം. മേ ബി എനിക്ക് അതിന് തന്റെ ഹെൽപ്പ് വേണം. ആക്ച്വലി താനോടെ മൂർത്തി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഒരു ഭാഗമായിട്ടില്ലേ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ കമ്പനിയെ കുറിച്ച് നിനക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ സോറി ടു സേ, ആക്ച്വലി ഞാൻ മൂർത്തി ഗ്രൂപ്പ് ഓഫ് കമ്പനീസുമായിട്ട്
ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് എന്ന നിലയിലോ അവരെന്ത് CEO എന്ന നിലയിലോ ഒന്നല്ല ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ. പിന്നെ ഒരു കാര്യം, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിക്കോട്ടെ, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല. അതിൻ്റെ ഇടയിൽ ഒരു മീഡിയേറ്ററായിട്ട് വർക്ക് ചെയ്യാനും എനിക്ക് താല്പര്യമില്ല. പിന്നെ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ, ഈ ഒരു മീറ്റിങ്ങും അറേഞ്ച്മെന്റ്സിന്റെ കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ച ജോലി എന്ന നിലയിൽ ആസ് എ എംപ്ലോയി എന്ന രീതിയിൽ അല്ലെങ്കിൽ ആസ് എ PA എന്ന നിലയിൽ ഞാനിത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരിക്കും. പിന്നെ തൻ്റെ ഈ സീക്രട്ട് ഏജന്റ് പോലത്തെ ജോലിയൊന്നും എനിക്ക് പറ്റില്ല. ഇനി തനിക്ക് പകരം വേറെ ആരാണെങ്കിലും ഞാൻ ചെയ്യാം, പക്ഷെ അത് താനായിപ്പോയില്ല. അതുകൊണ്ട് അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഹെൽപ്പും എൻ്റെ ഭാഗത്തുനിന്ന് തനിക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ ഈ കമ്പനി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് തന്നെ ഹെൽപ്പ് ചെയ്യാനോ തൻ്റെ കമ്പനീൻ്റെ വലിയ പുരോഗതിയിലേക്ക് കൊണ്ടുവരാനോ ഒന്നുമല്ല. എനിക്ക് ഈ ഒരു ജോലി തന്നിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ കമ്പനിക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കോൺട്രാക്ടിന്റെ ഭാഗമായിട്ടാണ്. ഈ കോൺട്രാക്ട് തീരുമ്പോൾ ഞാൻ എൻ്റെ നെക്സ്റ്റ് കമ്പനിയിലേക്ക് ഷിഫ്റ്റ് ആവും. സോ ദാറ്റ്സ് ഇറ്റ്. ആ ഏഞ്ചൽ, നീ എവിടെ ഇരിക്കുമായിരുന്നു? ഞാൻ നിന്നോട് ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ മറന്നുപോയി. ആ, നമ്മുടെ ദിയമോള് വർക്ക് ചെയ്യുന്ന ഏത് കമ്പനിയിലും നിനക്കറിയാവോ? ആ, ഏതോ ഒരു D ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലാന്നല്ലേ പറഞ്ഞത്? അതിനിപ്പോ എന്താ? അതിനിപ്പോ എന്താണെന്നോ, DA ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാനാണെന്ന് അറിയാവോ? അത് മറ്റാരല്ല, എന്റെ കൂടെ കുഞ്ഞിലെ മുതൽ പഠിച്ച ജസ്റ്റിന. ജസ്റ്റിന്റെ മോൻ ജസ്മിന ഇപ്പോ ആ കമ്പനിയിലെ CEO. എക്സ്ക്യൂസ് മീ, ഞാൻ തന്നോട് ഹെൽപ്പ് ചോദിച്ചത് റിക്വസ്റ്റ് ചോദിച്ചതൊന്നുമല്ല. ഞാൻ എൻ്റെ ഓർഡറാണ് പറഞ്ഞത്. പിന്നെ നീ എവിടെയാണോ നിൽക്കുന്നതും ആരുടെ ഹൃദയമാണോ നിൽക്കുന്നതും നീക്ക് സ്ഥാനം എന്താണെന്ന് അത് താങ്കൾ ഓർക്കുന്നുണ്ടതാണ്. പിന്നെ ഈ ഒരു കമ്പനിയിലേക്ക് അപ്പോയിന്റ് ചെയ്തത് ഞാനാണെന്ന് നീ മറക്കണ്ട. നിന്റെ പൊസിഷൻ എന്താണ് നീ അത് ഫോളോ ചെയ്യും. പിന്നെ എൻ്റെ കമ്പനിയിലുള്ള ഓരോരുത്തർക്കും അതിപ്പോൾ PA ആണെങ്കിലും ആരാണെങ്കിലും ഓരോരുത്തർക്കും ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ഫോളോ ചെയ്യുമ്പോൾ മാത്രം ഈ കമ്പനി തുടർന്നാണ് മതി. പിന്നെ ഞാനിപ്പോൾ നമ്മുടെ ഹെൽപ്പ് രീതിയിലാണ് ഞാൻ ചോദിച്ചതെങ്കിലും അതൊരിക്കലും തന്നെ പേടിക്കുന്നു. ഒരു പെണ്ണായി പോയി എല്ലാവർക്കും ഞാൻ കാണിച്ചു തന്നെ. പെണ്ണല്ലെങ്കിൽ താൻ ചെയ്താൽ എന്നതാ മൂട്ട് വലിച്ചു കിട്ടും, അതോ എന്തെങ്കിലും ചെയ്യോ? തന്റെ ഈ ഭീഷണിപ്പെടുത്തലൊക്കെ വേറെ എവിടെയെങ്കിലും വെച്ചാൽ മതി. അങ്ങനെ പേടിക്കാൻ ചില പെണ്ണുങ്ങൾ കാണുമായിരിക്കും, പക്ഷെ ആ കൂട്ടത്തിൽ താൻ എന്നെ പെടുത്താൻ നോക്കണ്ട. പെണ്ണല്ലെങ്കിലെന്നോ? ചേ ഇപ്പത്തി പെണ്ണാണല്ലോ. പിന്നെ പെണ്ണ് ആണെങ്കിൽ തന്നെ ഞാൻ എന്ത് ചെയ്യൂന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. വേണമെങ്കിൽ ഒന്ന് ചെയ്ത് കാണിക്കാം. എന്താ, റെഡിയാണോ? മൈൻഡ് യുവർ ലാംഗ്വേജ്. പിന്നെ നിന്റെ സംസാരമൊക്കെ അത് വേറെ വെച്ചാൽ മതി. ഈ എൻ്റെ അടുത്ത് ഇറക്കാൻ വേണ്ട, മനസ്സിലായി? ആ, ഇതിപ്പോ ഞാൻ ഇരിക്കുന്നു. എൻ്റെ ലാംഗ്വേജ് ഒന്നും നോക്കണം. നീ തന്നെയല്ലേ പറഞ്ഞു പെണ്ണല്ലെങ്കിൽ എന്താ, ഞാൻ എന്താ ചെയ്യുന്നു ഒന്ന് കാണിച്ചത്. ഞാൻ കാണിക്കട്ടെ. ഇപ്പോൾ നീ എന്താ ഒഴിഞ്ഞു വന്നേ? എന്താ പേടിയാണോ ഈ ഞാനെന്തിനും ചെയ്യുന്നു? അത് തന്നെ മനസ്സിൽ വെച്ചാൽ മതി, ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഓ, ആ, അത് പിന്നെ എനിക്കിപ്പോൾ എന്ത് തോന്നിയാലും ഞാനിന്ന് മനസ്സിൽ വെക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഞാനെന്തെല്ലാം ചെയ്താൽ പിന്നെ അത് താങ്ങാനുള്ള കപ്പാസിറ്റി ഒന്നും തനിക്കില്ല. അതുകൊണ്ട് ഇപ്പൊ ഞാൻ എന്താണ് പറഞ്ഞത് അത് നീ ചെയ്യും. ഇനി അഥവാ ചെയ്യാൻ മനസ്സില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും. ഇപ്പൊ എന്നെ എന്തെങ്കിലും മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതിൽ ഫോളോ അപ്പ് ചെയ്യും. സോ ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. മേ കമിൻ ചേക്കി? നീയോ? ആ, നീ വന്നോ? അച്ഛൻ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഇനി മുതൽ ഓഫീസിലോട്ട് വരുന്നു. എന്ത് പറ്റി പെട്ടെന്ന് മനസ്സൊക്കെ മാറിയോ? അത് പിന്നെ ജസ്റ്റ് നിനക്കറിയാലോ, ഇപ്പോ നീ വല്ല കഴിഞ്ഞതുപോലെ മലേഷ്യയിലേക്കോ UK US ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിൽ കമ്പനി നോക്കാനായിട്ടും വേണ്ടേ. പിന്നെ അച്ഛനാണെങ്കിൽ ഇനി ഓഫീസിലോട്ട് വരത്തുമില്ല, കാരണം നമ്മളെ ഇടയിൽ ഏൽപ്പിച്ചിരിക്കുക. അച്ഛൻ ചെറിയ 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 കാര്യങ്ങളൊക്കെ ഓഫീസിൽ നോക്കത്തുള്ളൂ. സോ ഞാനും കുറച്ച് പഠിച്ചിരിക്കുന്ന നല്ലതല്ലേ. ദിയാ, നിനക്ക് എന്ത് കേടായിരുന്നു ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യണ്ടേ? അപ്പോൾ സാർ ഓക്കെ പറയുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും പറയട്ടാറ് ഈ കമ്പനിയിലേക്ക് വരാൻ എനിക്ക് താല്പര്യമില്ലെന്ന്. ആദ്യം ആൻഡിയോട് അങ്ങോട്ട് മോശം സംസാരിച്ചു, അതെപ്പോഴും ഞാനോട് വാങ്ങിച്ചതാ. ഇനി മേല അവന്റെ ഭാഗത്ത് ഇങ്ങനൊരു മിസ്റ്റേക്ക് ഉണ്ടാകാൻ പാടില്ല. തടിപ്പ് എന്നോട്. എന്നായാലും അവൻ ഇതിനെ അനുഭവിച്ചിരിക്കും. എന്താണ് ഞാനാ പറയുന്നത്? ഇരട്ടക്കാലൊക്കെ കേട്ടിട്ടുള്ളൂ, പക്ഷേ
എത്ര ഡ്രസ്സിനെ ഞാൻ കണ്ടിരിക്കുന്നു. ഇതുങ്ങളെ ആദ്യമായിട്ട് കാണുന്നത്. ദൈവം എങ്ങനെയാണ് ഇവരെ സൃഷ്ടിച്ചിട്ടുണ്ടാവുക? പിന്നെ ലൈക്ക് നോർമലി രണ്ട് ഡ്രിങ്ക്സ് ആണെങ്കിൽ തന്നെ എന്തൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ ഇവർ തമ്മിൽ ഏതാ ആലൻ ഏതാ ജസ്റ്റിനും തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല. പേരൻസിനെ ഫ്രണ്ട്സിനൊക്കെ സമ്മതിക്കണം. ശരിയായിക്കോട്ടെ. ഇന്ന് മുതൽ റെഗുലറായിട്ട് സ്റ്റാർട്ട് ചെയ്യാനാണോ അതോ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാനാണോ? ഇന്ന് വന്നതല്ലേ ഉള്ളൂ, എല്ലാവരെയും ഒന്ന് പരിചയപ്പെട്ടിരിക്കാം. പിന്നെ നാളെ ഐശ്വര്യമായിട്ടങ്ങ് തുടങ്ങാം. അപ്പോൾ ശരിയടാ, നീ നിന്റെ വർക്ക് നോക്ക്, ഞാനെന്നാ ഇറങ്ങിയേക്കുക. എക്സ്ക്യൂസ് മീ, ഈ ദിയ ഡേവിഡിനെ കണ്ടായിരുന്നോ? അലൻ സാർ, സാറിന്റെ ഇവിടെ ദിയ മാം ആക്ച്വലി റെസ്റ്റ് റൂമിലുണ്ട്. ഇന്നൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ അതിനുള്ള അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുക അവർക്ക് റെസ്റ്റ് വേണ്ടിയിട്ട്. ഓ താങ്ക് യു. പിന്നെ ഞാനിവിടെയൊക്കെ തന്നെ കാണും. ഫൈനലി ഐ ഗോണ മീറ്റ് ദിയ. എന്റെ പൊന്നു ദിയ, നിന്നെ കാണാൻ വേണ്ടി ഈ ഓഫീസിലേക്ക് തന്നെ ഞാൻ വന്നത്. എന്തായാലും ആയിക്കോട്ടെ, എന്തായാലും കാണാൻ പോലെ. എന്തായാലും ഈ ജോലി കഴിഞ്ഞു. ഇനി റെസ്റ്റ് റൂമിന്റെ കുറവ് വേണമെന്നില്ല. ഒരു മീറ്റിംഗ് വെച്ചാൽ ആ മീറ്റിംഗ് കഴിഞ്ഞ് പോയാൽ പോയി. എന്തിനാ വെറുതെ ഈ റെസ്റ്റ് റൂമൊക്കെ? ഗോഡ്, അതെങ്ങനെയാ ഈ തലതിരിഞ്ഞൊക്കെ പിടിച്ച് സീവ് ആക്കിയാൽ ഇതല്ല ഇതിന്റെ അപ്പുറം നടക്കും. എന്തായാലും ഉറപ്പിച്ചു, ഈ കോൺട്രാക്ട് കഴിഞ്ഞാൽ ഈ ഒരു കമ്പനിയിൽ വേഗം പോകണം. പിന്നെ ഈ പരിസരത്തേക്ക് വരാൻ പാടില്ല. എനിക്ക് അകത്തേക്ക് വരാവോ ദിയ ഡേവിഡ്? യെസ്, കമിൻ.